വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ഭാഗത്തിൽ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ 3 പാർട്ട്നേഴ്സാണുള്ളത്. അവിടെ പുതിയൊരു പാർട്ട്ണറിനെ അവർ ഉൾപ്പെടുത്തുകയാണ്. ഉൾപ്പെടുത്തിയതിന് ശേഷം അതായത് ഉൾപ്പെടുത്തുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് ആദ്യം സ്വാഭാവികമായിട്ടും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 6:5:3 ആണ്. ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഷെയർ 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6:5:3:2 എന്ന ഒരു ന്യൂ റേഷ്യോയിൽ നമ്മളെത്തും. നമ്മൾ നോക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ 6:5:3. ഒരു മാറ്റവുമില്ലാതെ അതേ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ 6:5:3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോയും 6:5:3 എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം. സോ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? റീവാല്യുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. സോ ഇവിടെ റീവാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നോക്കി, ഫർണിച്ചർ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ ഡിപ്രീസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാല്യുവേഷൻ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ഫർണിച്ചർ 420 രൂപ, 12% ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, സ്റ്റോക്ക് ഡിപ്രീസിയേറ്റഡ് ബൈ 10%. സ്റ്റോക്ക് 14,000 ഉണ്ട്, അതും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നു. റീവാല്യുവേഷൻ ലോസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 1400. നോക്കി, ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നഷ്ടസാധ്യതയാണ്, അതിനെ നമ്മൾ ഇന്നേ നഷ്ടമായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതും റീവാല്യുവേഷൻ ലോസ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 630 രൂപയാണ് ഡെറ്റേഴ്സിൻ്റെ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റ് ചെയ്യുകയാണ്. 31,000 രൂപയായിട്ട് മാറുകയാണ്. 24,000 ഉണ്ടായിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 31,000 രൂപയായിട്ട് മാറുന്നു. സോ നമ്മൾ റീവാല്യുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 7,000 കാണിക്കും. ഇത്രയുമാണ് റീവാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമുക്കിനി ടോട്ടൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് റീവാല്യുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റീവാല്യുവേഷൻ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. സോ 7,000 നമുക്കൊരു റീവാല്യുവേഷൻ പ്രോഫിറ്റ് ആണുള്ളത് 4,550 രൂപ റീവാല്യുവേഷൻ പ്രോഫിറ്റ്. ഓൾഡ് റേഷ്യോ 6:5:3 എന്ന റേഷ്യോയിൽ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് റീവാല്യുവേഷൻ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുകയാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ബാലൻസ് എന്നാണ്. സോ നമുക്കൊരു ബാലൻസ് ഉണ്ട് 19,000, 16,000, 8,000. ഇനി എന്താണ്? ദീപക്ക് ക്യാപിറ്റലായിട്ട് 7,000 രൂപ കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ ക്യാഷ് 7,000. അതുകൂടാതെ ദീപക്ക് ഒരു 4,200 രൂപ ഗുഡ്വില്ലിൻ്റെ പ്രീമിയമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അരുണിനും ബാബ്ലുവിനും ചേതനുമിടയിൽ ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ വീതിക്കും. കണ്ടോ, 4,200 രൂപ. ഈ 4,200നെ സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ വീതിക്കുമ്പോൾ എൻട്രി പ്രീമിയം ഓഫ് ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ബാബ്ലൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ചേതൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ എങ്ങനെ എൻട്രി പോസ്റ്റ് ചെയ്യും? നോക്കി, പ്രീമിയം ഫോർ ഗുഡ്വിൽ 1,800, 1,500, 900 നമ്മളതങ്ങനെ പോസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നോക്കി, ഇത്രയുമാണ്. ഇനിയുള്ളതാണ് നമുക്ക് റീവാല്യുവേഷൻ
അക്കൗണ്ട്, അതായത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ പ്രോഫിറ്റിനെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യണം. സോ റീവാലുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അരുണിന് 1950 രൂപ, ബാബ്ലുവിന് 1625 രൂപ, ദെൻ ചേതന് 975 രൂപ. സോ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് ഇടയിൽ വീതം വെച്ച് കൊടുത്തു, അത് നമ്മൾ പോസ്റ്റ് ചെയ്തു. നോക്കൂ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഉള്ള പാർട്ട്നേഴ്സിൻ്റെ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം അവരുടെ ബാലൻസിൻ്റെ കൂടെ ഈ പറയുന്ന ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, റീവാലുവേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, ജനറൽ റിസർവ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം അവർക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ട്, കറണ്ട് ബാലൻസ് എത്ര ഉണ്ട് എന്ന് നമ്മൾ അറിയാം. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റൂ. നോക്കൂ, കറണ്ട് ബാലൻസ് ഇത്രയുമാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ടേബിളിലോട്ട് പോയാൽ ഇവിടെ നോക്കിയേ, ന്യൂ പാർട്ട്ണർ ആയിട്ടുള്ള ദീപക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 7000 രൂപ. അദ്ദേഹം 7000 രൂപ കൊണ്ടുവരുന്നത് 8/1 ഷെയറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരിക്കണം? 56,000 രൂപയായിരിക്കണം. ഓക്കെ, ഈ 56,000 രൂപയാണ് ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എങ്കിൽ ഈ പറയുന്ന ന്യൂ റേഷ്യോ പ്രകാരം, ന്യൂ റേഷ്യോ ഏതായിരുന്നു? 6:5:3:2 അല്ലേ ന്യൂ റേഷ്യോ? ഈ ന്യൂ റേഷ്യോ പ്രകാരം, ഓക്കെ, 6:5:3:2, ഈ ന്യൂ റേഷ്യോ പ്രകാരം അരുണിന് എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ടാകണം? 21,000 രൂപ ക്യാപിറ്റൽ ഉണ്ടാകണം. കറണ്ട് ക്യാപിറ്റൽ എത്രയുണ്ട്? 22,750 രൂപ ക്യാപിറ്റൽ ഉണ്ട്. അതിൻ്റെ അർത്ഥം 1,750 രൂപ എക്സസ്. ഓക്കെ, ബാബ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 16-ൽ 5 ഷെയർ മാത്രം മതി. അങ്ങനെ വരുമ്പോൾ 17,500 രൂപ മതി ക്യാപിറ്റലായിട്ട്. പക്ഷേ എത്രയുണ്ട്? 19,125 രൂപയാണ് ക്യാപിറ്റലായിട്ട് ഉള്ളത്. സോ 1,625 രൂപ ബാബ്ലുവിൻ്റെ ക്യാപിറ്റലും എക്സസ് ആണ്. ഓക്കെ, ചേതൻ്റെതാകട്ടെ 10,500 വേണ്ടിടത്ത് 9,875 രൂപയേ ഉള്ളൂ. അതായത് 625 രൂപ ഷോർട്ടേജ് ആണ്. ദീപകിൻ്റെത് പ്രത്യേകിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പുതിയ പാർട്ട്ണറാണ്. ഇവിടെ എന്താ, എക്സസ് ആയിട്ടുള്ളവർക്ക് പണം വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം, ഷോർട്ടേജ് ആയിട്ടുള്ളവർ പണം തിരിച്ചു കൊണ്ടുവരണം. സോ അരുണും ബാബ്ലുവും പണം വിഡ്രോ ചെയ്യും. അപ്പോൾ എൻട്രി അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്, ബാബ്ലൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഈ പറയുന്ന ചേതൻ ക്യാപിറ്റൽ ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ 625 രൂപ കൊണ്ടുവരണം. സോ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു ചേതൻസ് ക്യാപിറ്റൽ. ഓക്കെ, ഈ എൻട്രിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? പോസ്റ്റ് ചെയ്യേണ്ടത്. ഇതാ നോക്കിയേ, ഇവർ ക്യാഷ് പിൻവലിച്ചുകൊണ്ട് പോകുന്നു. നമ്മളിവിടെ എഴുതി ടു ക്യാഷ് 1,750, 1,625. ചേതൻ പൈസ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ നേരെ ക്രെഡിറ്റ് ചെയ്തു 625 രൂപ. ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര രൂപ ബാലൻസ് വരും? 21,000, 17,500, 10,500, 7,000. ഇതായിരിക്കും പുതിയ ബാലൻസ്. നോക്കൂ, 21,000, 17,500, 10,500, 7,000. ഇങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, സോ അടുത്തെന്താണ്? സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റാണ് അടുത്തത്. അതിനു മുമ്പ് ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കണം. കാരണം നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 900 രൂപയാണ്. പുതിയ പാർട്ട്ണർ വന്നപ്പോൾ ക്യാഷ് കൊണ്ടുവന്നു, പ്രീമിയം ഓഫ് ഗുഡ് വിൽ കൊണ്ടുവന്നു, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 2 പാർട്ട്ണർ പൈസ വിഡ്രോ ചെയ്തു, മറ്റൊരു പാർട്ട്ണർ പൈസ കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ക്യാഷിൻ്റെ ബാലൻസിന് കാര്യമായ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ ഒരു ക്യാഷ് അക്കൗണ്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്നതായിരിക്കും വൃത്തി. ഓക്കെ, സോറി, ഇവിടുത്തെ കോളം ഹെഡിങ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെതാണിത്, ലയബിലിറ്റി എന്നുള്ളതല്ല. ഇവിടെ എമൗണ്ട്, ഒരു നിമിഷം,
സോ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കാം. സ്വാഭാവികമായിട്ടും ബാലൻസിന് തുടങ്ങാം. 900 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ദീപക് ക്യാപിറ്റലായിട്ട് 7000 രൂപ കൊണ്ടുവരുന്നു. മാത്രമല്ല 4200 രൂപ പ്രീമിയം ഫോർ ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല ഒരു പാർട്ട്ണർ ചേതൻ 625 രൂപ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു. മാത്രമല്ല മറ്റ് 2 പാർട്ട്ണർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അരുൺ ഒരു 1750 രൂപ വിഡ്രോ ചെയ്തു. ബാബ്ലു ഒരു 1625 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ്, പുതിയ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര രൂപയുണ്ട്? 9350 രൂപ ക്യാഷിൻ്റെ ബാലൻസ് ഉണ്ട്. ക്യാഷിൻ്റെ ബാലൻസ് ഇവിടെ അല്ല വരേണ്ടത്, അപ്പുറത്താണ് വരേണ്ടത്. സോറി, അത് ചെയ്ത് പോകും. സോ ക്യാഷിൻ്റെ ബാലൻസ് 9350 രൂപ. സോ നമുക്കിനി എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് 9000, ദെൻ ബിൽസ് പേയബിൾ 3000 രൂപ, ദെൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ആ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 630 രൂപ. വേണമെങ്കിൽ നമുക്ക് ഡെറ്ററിൽ നിന്നും കുറച്ച് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കാം. രണ്ടും ശരിയാണ്. ഞാനിവിടെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ്. 630 രൂപയാണ് പ്രൊവിഷൻ. അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം അവരുടെ പുതിയ ക്യാപിറ്റൽ ബാലൻസ്. ഓക്കെ, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 24,000 നിന്നും 31,000 കൂടി. സോ 31,000. ഫർണിച്ചർ അതിൻ്റെ ഡിപ്രീസിയേഷന് ശേഷം 3080 രൂപ. സ്റ്റോക്ക് 14,000 ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷന് ശേഷം 12,600 ആയി. ദെൻ ഡെറ്റേഴ്സ് 12,600. പ്രൊവിഷനെ നമ്മളിവിടെ നിന്ന് ഡയറക്റ്റായിട്ട് കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് ആ എമൗണ്ട് തന്നെ നമ്മളിവിടെ എഴുതി. ദെൻ ക്യാഷിൻ്റെ എമൗണ്ട് 9350 രൂപ. ഓക്കെ, ബാലൻസ് ഷീറ്റ് ടാലി ആകുമ്പോൾ ഇത് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പുതിയ ബാലൻസ് നമ്മളെടുത്തത്. സോ ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ആക്കുമ്പോൾ 68,630 രൂപയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ. ഈ രീതിയിലാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഒരു അഡ്മിഷൻ്റെ കേസിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. വീഡിയോ കാണുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.